യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 11. ഇതുവരെ ഉണ്ടായതും ലോകാന്ത്യം വരെ ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും വഞ്ചനയും മതഭ്രാന്തും മർക്കടമുഷ്ടിയും വിദ്വേഷവും എല്ലാം ഈശോയുടെ മുമ്പിൽ പ്രദർശിക്കപ്പെട്ടു. കൂടാതെ മതത്യാഗികൾ, പാഷണ്ഡതയുടെ ഉപജ്ഞാതാക്കൾ, വിശുദ്ധിയുടെ പരിവേഷമണിഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്ന വ്യാജ പരിഷ്കർത്താക്കൾ എന്നിവരെയെല്ലാം അവിടുന്ന് കണ്ടു. എല്ലാ കാലങ്ങളിലുമുള്ള വഞ്ചകരും വഞ്ചിതരും അവിടുത്തെ ആത്മാവിൽ ആഘാതമേൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. തൻ്റെ സഭയുടെ തുന്നലില്ലാത്ത അംഗീകീറുന്നതിനായി അവർ പരസ്പരം മത്സരിച്ചു. വളരെ പേർ അവിടുത്തെ ദ്രോഹിച്ചു, അപമാനിച്ചു, നിഷേധിച്ചു പറഞ്ഞു. പലരും പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് അവിടുത്തെ പക്കൽ അകലുകയും അവിടുത്തെ കരുണാമസ്മരണമായ ആലിംഗനത്തെ നിഷേധിച്ചുകൊണ്ട് അഗാധഗർത്തത്തിലേക്ക് നിപതിക്കുകയും ചെയ്തു. പരസ്യമായി തന്നെ ഉപേക്ഷിക്കാൻ ധൈര്യപ്പെടാത്ത എണ്ണപറ്റ മനുഷ്യർ കള്ളന്മാരുടെ പിടിയിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ കണ്ടിട്ടും കാണാതെ പോയ ലേവായനെ പോലെ സഭയുടെ മുറിവുകൾ കണ്ടിട്ടും പുച്ഛഭാവത്തിൽ കടന്നു പോകുന്നത് അവിടുന്ന് കണ്ടു. അവർ യഥാർത്ഥ മുന്തിരിയിൽ നിന്നും വേർപെടുത്തപ്പെട്ട് കാട്ടുമരങ്ങൾക്കിടയിൽ വിശ്രമിക്കുന്നവരായി. തങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച നല്ല ഇടയന്റെ ആലയിൽ പ്രവേശിക്കുവാൻ വിസമ്മതിക്കുകയും ഹീനരായ കൂലിക്കാരാൽ വിജനമായ ഇടങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെന്നായ്ക്കളുടെ മുമ്പിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത നഷ്ടപ്പെട്ട ആടുകളെ പോലെ ഭവനരഹിതരായി അലഞ്ഞു നടക്കുന്ന ധാരാളം പേർ. ബലിയോ ബലിപീഠമോ ഇല്ലാത്ത ബലമില്ലാത്ത പാർപ്പിടങ്ങൾ മണൽ പുറത്ത് പണിയുകയും കൂടെ അവ അഴിച്ചു പണിയുകയും കൊണ്ടിരുന്നു. മേൽക്കൂരയ്ക്ക് മുകളിൽ കാറ്റാടികൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ തത്വങ്ങൾക്ക് ഉലച്ചിലുകൾ സംഭവിച്ചു. തൽഫലമായി അവർ എപ്പോഴും പരസ്പരം എതിർത്തുകൊണ്ടിരുന്നു. ഒരിക്കലും പരസ്പര ധാരണയിലെത്താൻ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞ് അവർ പലപ്പോഴും സ്വന്തം ഭവനം തല്ലിപ്പൊളിച്ച് അതിന്റെ കഷ്ണങ്ങൾ കൊണ്ട് സഭയുടെ മൂലക്കല്ലിനെതിരെ എറിയുക പതിവാക്കി. എന്നാൽ സഭ ഇളകാതെ നിലകൊണ്ടു. സ്വന്തം ഭവനങ്ങളിൽ ഇരുളല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്നിട്ടും ഇവരിൽ പലരും കർത്താവിന്റെ വധുഗൃഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വെളിച്ചത്തിലേക്ക് വരുന്നതിന് പകരം കണ്ണുകളടച്ച് സഭയുടെ തോട്ടങ്ങൾക്ക് ചുറ്റും അലഞ്ഞു നടന്നു. അവിടെ നിന്നും നിർഗളിക്കുന്ന സൗരഭ്യം മാത്രം ശ്വസിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി. നിഴൽ പോലുള്ള വിഗ്രഹങ്ങളുടെ നേരെ കൈനീട്ടുകയും ചുറ്റിത്തിരിയുന്ന നക്ഷത്രങ്ങളെ അനുഗമിച്ച് പൊട്ടക്കിണറുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. അവർ കുത്തനെയുള്ള മലയുടെ വക്കിൽ നിൽക്കുമ്പോഴും തങ്ങളെ വിളിക്കുന്ന വധുവിന്റെ സ്വരത്തിന് കാതോർക്കാൻ വിസമ്മതിച്ചു. വിശപ്പ് കൊണ്ട് മരിക്കാൻ തുടങ്ങുമ്പോഴും വിവാഹ സദ്യക്ക് വിളിക്കാൻ അയക്കപ്പെട്ട ദൂതന്മാരെയും സേവകരെയും അവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. തോട്ടത്തിലേക്ക് പ്രവേശിക്കയില്ലെന്ന് വാശി പിടിച്ചു. കാരണം അതിനു ചുറ്റുമുള്ള വേലിയിലെ മുള്ളുകളെ അവർ ഭയന്നു. ഭക്ഷിക്കുവാൻ ഗോതമ്പോ കുടിക്കാൻ വീഞ്ഞോ ഇല്ലാതിരുന്നിട്ടും അഹങ്കാരം കൊണ്ടും ആത്മപ്രശംസ കൊണ്ടും ഉന്മത്തരായി. തങ്ങളുടെ തന്നെ വ്യാജപ്രകാശത്താൽ അന്ധരായി മാംസം ധരിച്ച വചനത്തിന്റെ സഭ അദൃശ്യമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. ഈശോ ഇവരെയെല്ലാം കണ്ട് കണ്ണുനീർ പൊഴിച്ചു. മലമുകളിൽ സ്ഥാപിതമായ തന്നെ നഗരത്തിൽ ആർക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ആർക്ക് പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് സ്വയം ദാനം ചെയ്തുവോ, ആര് പാറമേൽ സ്ഥാപിതമായോ ആ സഭയിൽ തന്നെ കാണാതിരിക്കുകയും തന്റെ പിന്നാലെ കുരിശെടുത്തു വരാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സഹിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. ഈശോയുടെ ആത്മാവ് കണ്ട ദൃശ്യങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിച്ച ഒന്ന് ഇതായിരുന്നു. പിശാച് ഒരു വലിയ ജനസമൂഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കഴുത്തു ഞെരുക്കി കൊല്ലുന്നു. അവരാകട്ടെ ഈശോയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരും കൂദാശയുടെ തൈലത്താൽ അഭിഷേകം ചെയ്ത് വിശദീകരിക്കപ്പെട്ടവരുമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ക്രൈസ്തവർ കാണിച്ച നന്ദികേടും ചെയ്ത ദുഷ്കർമ്മങ്ങളും അതിദിഗ്ധമായ മനോവ്യതയോടെ നമ്മുടെ ദിവ്യരക്ഷകൻ കണ്ടു. ഈ സമയമെല്ലാം പ്രലോഭകൻ ഇപ്രകാരം ആവർത്തിച്ചു കൊണ്ടിരുന്നു: ഇത്രയും നന്ദികെട്ട നീചർക്ക് വേണ്ടി സഹിക്കുവാൻ നിനക്ക് കഴിയുമോ? ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കെ പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഇവ മൂലം യേശുവിന്റെ ആത്മാവ് ഞെരിഞ്ഞമർന്നപ്പോൾ അവിടുത്തെ മനുഷ്യത്വം അവാച്യമായ വേദനയിൽ അമർന്നുപോയി. വേദന സഹിക്കവയ്യാതെ ഈശോ, കർത്താവിന്റെ അഭിഷിക്തൻ, മനുഷ്യപുത്രൻ, കൈകൾ കോർത്തു പിടിച്ച് മുട്ടിന്മേൽ വീണു പുളഞ്ഞു.
അവിടുന്ന് മനുഷ്യ മനസ്സും നന്ദി കെട്ട നരകുലത്തിനു വേണ്ടി ഇത്രയേറെ സഹിക്കാനുള്ള വൈമുഖ്യവും തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ തീവ്രതയാൽ അവിടുത്തെ പവിത്ര ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നും വലിയ രക്തത്തുള്ളികൾ നിലത്തേക്ക് ചുറ്റു വീണു. സഹായം ആഗ്രഹിച്ചാൽ എന്ന പോലെ അവിടുന്ന് ചുറ്റുപാടും നോക്കി. സ്വർഗവും ഭൂമിയും നക്ഷത്രങ്ങളുമെല്ലാം ഈ സഹനത്തിന്റെ സാക്ഷികളായി നിന്നു. മനോവ്യത സഹിക്കാനാവാതെ സ്വരമുയർത്തി പല പ്രാവശ്യം ഈശോ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പസ്തോലന്മാർ 3 പേരും ഇത് കേട്ട് ഈശോയെ ശ്രദ്ധിച്ചു. അവന്റെ അടുത്തേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ പത്രോസ് മറ്റു 2 പേരെയും മാറ്റി നിർത്തി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അവിടുത്തെ പക്കലേക്ക് ചെല്ലാം. പത്രോസ് തിടുക്കത്തിൽ ഓടി ഗുഹയിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ചോദിച്ചു, ഗുരു, അവിടത്തേക്ക് എന്തു പറ്റി? ഈശോ മറുപടി പറഞ്ഞില്ല. രക്തത്തിൽ കുളിച്ച് മാരകമായ മനോവ്യതയും ഭീതിയും കൊണ്ട് തളർന്നു നിലത്തേക്ക് വീഴാൻ പോകുന്ന ഈശോയെ കണ്ട മാത്രയിൽ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം പത്രോസ് പേടിച്ച് പിൻവാങ്ങി. അവന്റെ സാന്നിധ്യം അവിടുന്ന് ശ്രദ്ധിച്ചതായി പോലും തോന്നിയില്ല. പത്രോസ് മറ്റു 2 പേരെയും അടുത്തേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു. ഈശോ ഒന്നും പറയുന്നില്ല, മൂളലും ഞരങ്ങലും മാത്രമേയുള്ളൂ. ഇത് കേട്ട് അവർ കൂടുതൽ ദുഃഖിതരായി തങ്ങളുടെ ശിരസ് മൂടിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ സ്വർഗീയ മണവാളന്റെ ഏറ്റവും തിക്തമായ മനോവേദനയിലേക്ക് ഞാൻ കടന്നു ചെന്നു. ദൈവനീതിക്ക് മുമ്പിൽ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്ന മനുഷ്യരുടെ നന്ദികേടിനെ പറ്റിയുള്ള ദർശനങ്ങൾ കൂടുതൽ വ്യക്തവും ഭയാനകവുമായി തീർന്നു. അനേകം പ്രാവശ്യം അവിടുന്ന് ഉച്ചസ്വരത്തിൽ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ പിതാവേ, ഇത്രയും നന്ദിഹീനരായ ഈ മനുഷ്യവംശത്തിന് വേണ്ടി സഹിക്കുവാൻ എനിക്ക് സാധ്യമല്ല. പിതാവേ, ഈ കാസ എന്നെ കടന്നു പോകേണ്ടതല്ല, പ്രത്യുത ഞാനത് കുടിക്കേണ്ടത് തന്നെയാണെങ്കിൽ അവിടുത്തെ തിരുമനസ് നിറവേറട്ടെ. വിവിധ പാപങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്ത രൂപങ്ങളിൽ പിശാച് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഈ ദർശനങ്ങളിൽ കരസ്ഥമാക്കിയിരുന്നു. ചിലപ്പോൾ പിശാച് ഭീമാകാരമായ ഒരു കറുത്ത സത്വമായി പ്രത്യക്ഷപ്പെട്ടു. മറ്റു ചിലപ്പോൾ പുലിയുടെയോ കുറുക്കന്റെയോ ചെന്നായിയുടെയോ ഉഗ്രസർപ്പത്തിന്റെയോ പാമ്പിന്റെയോ രൂപങ്ങളിലും. ഇവയുടെ രൂപങ്ങൾ വ്യക്തമായി സ്വീകരിക്കുന്നതിന് പകരം അവയുടെ ചില സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുകയാണ് അവ ചെയ്തത്. ഒരു ജീവിയെയും വ്യക്തമായി പ്രതിനിധാനം ചെയ്യാത്ത ഈ രൂപങ്ങൾ മ്ലേച്ഛതയുടെയും അനൈക്യത്തിന്റെയും വൈരുദ്ധ്യത്തിന്റെയും പാപത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു. ഒറ്റ വാക്കിൽ പൈശാചികതയുടെ മൂർത്തി മദ്ഭാവങ്ങളായിരുന്നു. ആരുടെ വീണ്ടെടുപ്പിനായി യേശു കുരിശിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാനിരുന്നുവോ അവരിൽ അസംഖ്യം പേരെ അവിടുത്തെ കൺമുമ്പിൽ വെച്ച് ഈ പൈശാചിക രൂപങ്ങൾ വലിച്ചിഴക്കുകയും പിച്ചി ചീന്തുകയും ചെയ്തു. സർപ്പത്തെ വിരളമായ ആരംഭത്തിൽ ഞാൻ കണ്ടുള്ളൂ. എങ്കിലും താമസിയാതെ തലയിൽ ഒരു കിരീടവുമായി അത് പ്രത്യക്ഷപ്പെട്ടു. വെറുപ്പുളവാക്കുന്ന ഭീമാകാരമായ ഈ ഇഴജന്തുവിന് അപാരശക്തി ഉണ്ടായിരുന്നു. എല്ലാ യുഗങ്ങളിലും രാഷ്ട്രങ്ങളിലുമുള്ള ഈശോയുടെ ശത്രുക്കളുടെ എണ്ണമറ്റ ഗണങ്ങളെ അത് മുമ്പോട്ട് നയിച്ചു. എല്ലാത്തരം മാരകായുധങ്ങളും കൈവശമുണ്ടായിരുന്ന അവ ചിലപ്പോൾ പരസ്പരം ചിന്തിക്കീറി. അതിനുശേഷം ഇരട്ടി രോഷത്തോടെ അവരുടെ ആക്രമണം നമ്മുടെ ദിവ്യരക്ഷകന്റെ നേർക്ക് തിരിച്ചുവിട്ടു. ഇത് ഭയാനകമായ കാഴ്ചയായിരുന്നു. അവർ അവിടുത്തെ ശപിക്കുകയും മുറിപ്പെടുത്തുകയും വീഴ്ച ചീന്തുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്ക് വിധേയനാക്കി. അവരുടെ ആയുധങ്ങൾ വായുവിൽ എല്ലാ ദിശകളിലേക്കും തുടർച്ചയായി ചലിച്ചുകൊണ്ടിരുന്നു. ഈ ശത്രുക്കളിൽ ഓരോരുത്തരുടെയും രോഷം മുഴുവൻ യേശുവിനെതിരെ ജീവന്റെ അപ്പം കൊണ്ട് മനുഷ്യരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മരണം വരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ സ്വർഗീയ ഗോതമ്പ് മണിക്കെതിരെ മാത്രം തിരിഞ്ഞിരിക്കുന്നതായി തോന്നി. ഈ നാരകീയ ശക്തികളുടെ ചില ഗണം അന്തരെ കൊണ്ട് മാത്രം രൂപപ്പെടുത്തപ്പെട്ടതുപോലെ തോന്നി. അവരുടെ ക്രോധത്തിന് വിധേയനായ യേശു അടികൾ യഥാർത്ഥമായി ഇരുന്നത് എന്ന പോലെ മുറിവേൽക്കുകയും നുറുക്കപ്പെടുകയും ചെയ്തു. അവിടുന്ന് വശങ്ങളിലേക്ക് തെന്നി വീഴുന്നതും എഴുന്നേറ്റ ശേഷം ചിലപ്പോൾ വീണ്ടും വീഴുന്നതും ഞാൻ കണ്ടു. തത്സമയം സർപ്പം യേശുവിനെതിരെ താൻ നയിച്ചു കൊണ്ടുവന്ന ജനക്കൂട്ടത്തിന് മധ്യം നിന്നുകൊണ്ട് വാലുകൊണ്ട് നിലത്തടിച്ചു. ഈ അടിയേറ്റ് വീണവരെ വെച്ച് ചീന്തുകയോ വിഴുങ്ങുകയോ ചെയ്തു. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ പല വിധത്തിൽ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തവരാണ് ഇങ്ങനെ അടിയേറ്റ് വീണ വ്യക്തികൾ എന്നെനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു. വിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുന്നവരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഉപേക്ഷ കൊണ്ടോ ബഹുമാനമില്ലായ്മ കൊണ്ടോ അർഹിക്കപ്പെട്ടത് അവിടത്തേക്ക് നിഷേധിക്കുക വഴി സംഭവിച്ചവയായിരുന്നു ഇത്. ഈ ഗണത്തിൽ സത്യം കാണാൻ വിസമ്മതിക്കുന്ന അന്തർ
നിത്യജീവിതത്തിലേക്കുള്ള വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ വിസമ്മതിക്കുന്ന തളർവാദ രോഗികൾ, സത്യസംരക്ഷണത്തിനായി സ്വരമുയർത്താത്ത മൂകർ, മാതാപിതാക്കളുടെയും ഗുരുഭൂതരുടെയും ദുർമാതൃക മൂലം ദൈവത്തെ മറന്ന് ലൗകിക സന്തോഷങ്ങളിൽ മുഴുകി വ്യാജജ്ഞാനത്തിൽ ഭ്രമിച്ച് മതപരമായ കാര്യങ്ങളെ വെറുപ്പോടെ വീക്ഷിക്കുന്ന കുട്ടികൾ എന്നിവർ വരെ ഉണ്ടായിരുന്നു. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന കുട്ടികളെ കണ്ടതാണ് എന്നെ അധികം ദുഃഖിപ്പിച്ചത്. നമ്മുടെ കർത്താവിന് ബഹുമാന ആദരവുകൾ നൽകാതെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച അൾത്താര ശുശ്രൂഷകളെയും വിശുദ്ധ കുർബാനയിൽ യേശുവിനെ നിന്ദിക്കുന്നവരെ കുട്ടികളുടെ ഇടയിൽ കണ്ട് ഞാൻ ഭയന്നു. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരെങ്കിലും അത് വേണ്ടത്ര ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തെയും സിംഹാസനത്തെയും ഇരിപ്പിടത്തെയും, അതായത് പള്ളി, ബലിപീഠം, അരുളിക്ക എന്നിവയെ അവഗണിക്കുകയും വിസ്മരിക്കുകയും ചെയ്തവരെയും ഞാൻ കണ്ടു. സക്രാരി, ഖാസ, അരുളിക്ക, പാത്രങ്ങൾ എന്നിങ്ങനെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതെല്ലാം ഇങ്ങനെ അവഗണിക്കപ്പെട്ടിരുന്നു. എല്ലായിടത്തും ഉപേക്ഷ സ്ഥലം പിടിച്ചിരുന്നു. എല്ലാ സാധനങ്ങളും പൊടികൊണ്ട് ആവരണം ചെയ്യപ്പെടുകയും അഴുക്ക് പുരളുകയും ചെയ്തു. ദൈവാരാധന ഉള്ളിൽ മലിനപ്പെട്ടില്ലെങ്കിലും പുറമെ അപമാനിതമാകപ്പെട്ടു. ഇത് നിസ്സംഗത, അലസത, ലൗകിക വ്യഗ്രത, സ്വാർത്ഥത, ആത്മീയ മരണം എന്നിവ വഴി ഉണ്ടായതാണ്. സമ്പന്നരുടെയും അതുപോലെ തന്നെ സാമാന്യ മെച്ചമായ സാമ്പത്തിക നിലവാരം പുലർത്തുന്ന സമൂഹങ്ങളുടെയും പള്ളികളിൽ ഈ അവഗണന ഞാൻ കണ്ടു. മറ്റു ചില ദേവാലയങ്ങളിൽ മുൻകാലങ്ങളിലെ കൂടുതൽ ആത്മീയതയുള്ള മനോഹരമായ അലങ്കാരങ്ങളുടെ സ്ഥാനത്ത് ലൗകികവും അനുചിതവുമായവ സ്ഥാനം പിടിച്ചിരുന്നതായി കാണപ്പെട്ടു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥൻ വസിക്കുന്ന പള്ളികൾ പലപ്പോഴും ഏറ്റവും പാവപ്പെട്ടവർ വസിക്കുന്ന കുടിലുകളേക്കാൾ മോശമായ അവസ്ഥയിലാണെന്ന് ഞാൻ കണ്ടു. മനുഷ്യരുടെ ആതിഥ്യ മര്യാദ ഇല്ലായ്മ ഈശോയെ എത്രയധികം വേദനിപ്പിച്ചു. അവിടുന്ന് തന്നെ അവർക്ക് ഭോജനമായി കൊടുത്തതാണ്. ഈശോയെ സ്വീകരിക്കുവാൻ ഒരു ധനവാനായിരിക്കേണ്ട ആവശ്യമില്ല. ദാഹിക്കുന്നവന് ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് 100 ഇരട്ടി പ്രതിഫലം നൽകുന്ന അവനാണ് അവിടുന്ന്. എന്നാൽ എത്ര ലജ്ജാകരമാണ് നമ്മുടെ പ്രവൃത്തി. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന അവിടത്തേക്ക് വൃത്തികെട്ട ഗ്ലാസിൽ മലിനജലം നാം കൊടുക്കുന്നു. ഈ ഉപേക്ഷയുടെ പരിണത ഫലമായി ദുർബലർക്ക് ഉതപ്പുണ്ടാകുന്നു, പള്ളികൾ നിർജ്ജനമാകുന്നു, പുരോഹിതർ അപമാനിതരാകുന്നു. അശുദ്ധിയുടെയും അശ്രദ്ധയുടെയും ഈ അവസ്ഥ വിശ്വാസികളുടെ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. ഉള്ളിൽ പ്രവേശിക്കാനായി യേശു ആഗതനാകുമ്പോൾ അവരുടെ ഹൃദയമാകുന്ന സക്രാരികളും പുറത്തുള്ളവയെ പോലെ മലിനവും ഒരുക്കമില്ലാത്തതുമായി കാണപ്പെട്ടു. ആരാധ്യമായ ഉദാശയിൽ ഈശോയോട് കാണിച്ചിട്ടുള്ള നിന്ദാപമാനങ്ങൾക്കെല്ലാം എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടതുപോലെ വിവരിച്ചു പറയണമെങ്കിൽ 1 വർഷം മതിയാവുകയില്ല. ഇപ്രകാരം പ്രവർത്തിച്ചവർ അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് യോജിച്ച ആയുധങ്ങളുമായി വന്ന് യേശുവിനെ പ്രഹരിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാ കാലങ്ങളിലെയും ബഹുമാനമില്ലാത്ത ക്രിസ്ത്യാനികൾ, അഹംഭാവികളായ പുരോഹിതർ, ശുഷ്കാന്തിയില്ലാത്ത അയോഗ്യരായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ജനസമൂഹം, തിരുപാത്രങ്ങൾ അശുദ്ധമാക്കുന്ന പടയാളികൾ, തിരുവോസ്തിയെ നാരകീയ ആരാധനയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന പിശാചിന്റെ ദൂതന്മാർ, ഇവരെയെല്ലാം ഞാൻ കണ്ടു. ഈ കൂട്ടരുടെ ഇടയിൽ അനേകം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. തങ്ങളുടെ പാപങ്ങൾ മൂലം പാഷണ്ഡതയിലേക്ക് വശീകരിക്കപ്പെട്ട അവർ വിശുദ്ധ കുർബാന വഴി സഭയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ ആക്രമിക്കുകയും അവിടുന്ന് ആർക്കു വേണ്ടി രക്തം ചിന്തിയോ അവരിൽ പലരെയും തങ്ങളുടെ വശീകരിക്കുന്ന വാക്കുകളും വാഗ്ദാനങ്ങളും കൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. തികച്ചും ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു അത്.